EVM തരമിൽ ഉയർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ 2 ദിവസമായി ഇന്നും വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? വേറെ സാറേ, ആ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. താങ്കൾ വീട് പണിയുന്നു എന്നതടക്കമുള്ള, കൊട്ടാരം പണിയുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇന്നും ഉന്നയിക്കുന്നത്. ഇന്നലെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു. ശരി, വേറെന്താണ്? മുഖ്യമന്ത്രിയുമായിട്ട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? അദ്ദേഹം പേഴ്സണലി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേറെന്താണ്? അന്വേഷണം കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി DGPക്ക് അന്വേഷണം കഴിഞ്ഞു. ആരോപണങ്ങളിൽ എന്താണ് പറയാ? താങ്കൾക്ക് കൊലപാതകങ്ങളിലടക്കം പങ്കുണ്ടെന്നാണ്. കള്ളക്കടത്ത്, കൊലപാതകം, സ്വർണ്ണ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ, ഇനി എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞല്ലോ. എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGPക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. അജിത് കുമാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് DGPക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് അജിത് കുമാർ തന്നെ നേരിട്ട് പറയുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെയാണ് DGP വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചതിന് ശേഷം പോലീസ് സമ്മേളനത്തിൽ അദ്ദേഹം കഴിഞ്ഞു. ആരോപണങ്ങളിൽ എന്താണ് പറയാ? താങ്കൾക്ക് കൊലപാതകങ്ങളിലടക്കം പങ്കുണ്ടെന്നാണ്. കള്ളക്കടത്ത്, കൊലപാതകം, സ്വർണ്ണ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ, ഇനി എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞല്ലോ. എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGPക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ചുള്ള പല ചോദ്യങ്ങൾക്ക് ഒറ്റ മറുപടി മാത്രമാണ് അജിത് കുമാർ നൽകുന്നത്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് താൻ തന്നെ DGPക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സർക്കാർ അന്വേഷിക്കട്ടെ, സർക്കാർ സംവിധാനങ്ങളുണ്ടല്ലോ, അവർ ചേർന്ന് അന്വേഷിക്കട്ടെ എന്നുള്ള ഒറ്റ മറുപടിയിൽ അജിത് കുമാർ ഒതുക്കുന്നു. അങ്ങനെയെങ്കിൽ അജിത് കുമാറിനെതിരെ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന അദ്ദേഹത്തിൽ നിന്ന് വ്യക്തമാകുന്നെന്ന് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിക്ക് കത്തു നൽകിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഇന്ന് രാവിലെ DGP മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുന്നു. ADGP അജിത് കുമാറിൽ നിന്ന് വിശദീകരണം മുഖ്യമന്ത്രി തേടിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ഇതിനുശേഷം ഒരിക്കൽ കൂടി DGP മുഖ്യമന്ത്രിയെ കാണുമെന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിൻ്റെ കൃത്യമായ സൂചനകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, പല ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് ഒറ്റ മറുപടി, അതായത് താൻ തന്നെ കത്ത് നൽകിയിട്ടുണ്ട് ഈ ആരോപണങ്ങളിലെ അന്വേഷണത്തിന്. അപ്പോൾ അജിത് കുമാറിന്റെ വാക്കുകളിൽ നിന്ന് എന്തെല്ലാം സൂചനകൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ജോസി?